മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാനായി രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാനായി. വേഗം വരുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ശലോമൻ രാജാവിനാൽ BC 960 7 വർഷം കൊണ്ട് പണിത് പൂർത്തീകരിച്ച യെരുശലേം ദേവാലയം 1 രാജാക്കന്മാർ 6:37 BC 586 ബാബേൽ രാജാവായ നെബൂഖദ്നേസരിനാൽ പൂർണ്ണമായി നശിപ്പിക്കപ്പെട്ടു. BC 19 ഹെരോദ രാജാവ് ഈ ദേവാലയം വീണ്ടും പണിവാൻ ആരംഭിക്കുകയും 46 വർഷത്തെ ശ്രമഫലമായി അത് പണിയുകയും ചെയ്തു. യോഹന്നാൻ 2:20 ദേവാലയ പണിക്ക് 46 വർഷം എടുത്തു എന്ന് വായിക്കുന്നുണ്ട്. ഈ ദേവാലയത്തിൻ്റെ മനോഹരമായ പണി ശിഷ്യന്മാർ യേശുവിന് കാണിച്ചു കൊടുത്തപ്പോൾ യേശു പറഞ്ഞു, ഇതെല്ലാം കാണുന്നില്ലയോ? ഇടിഞ്ഞു പോകാതെ കല്ലിന്മേൽ കല്ല് ഇവിടെ ശേഷിക്കുകയില്ല. മത്തായി 24:1-2 വാക്യങ്ങൾ. ഈ മറുപടി കേട്ട ശിഷ്യന്മാർ ഒലിവുമലയിൽ വെച്ച് അത് എപ്പോഴാണ് സംഭവിക്കുന്നത്? നിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്താകുന്നു എന്ന് ചോദിച്ചു. മത്തായി 24:3. ശിഷ്യന്മാരുടെ ഈ ചോദ്യത്തിനുള്ള മറുപടിയാണ് മത്തായി 24:4 മുതലുള്ള വാക്യങ്ങൾ. ഇവിടെ കർത്താവ് തൻ്റെ വരവിന് മുൻപായി നടക്കേണ്ടുന്ന അനേക സംഭവങ്ങൾ വിശദമായി പ്രതിപാദിക്കുന്നുണ്ട്. ശിഷ്യന്മാർ ചോദിക്കുന്ന ലോകാവസാനം എന്നത് ഈ ലോകത്തിൻ്റെ അവസാനമല്ല എന്ന് മനസ്സിലാക്കണം. ഗ്രീക്ക് ഭാഷയിൽ യുഗം എന്ന അർത്ഥം വരുന്ന പദമാണ് ലോകാവസാനം എന്ന് ഭാഷാന്തരം ചെയ്തിരിക്കുന്നത്. അതായത് ഈ യുഗത്തിൻ്റെ അവസാനം അഥവാ ഇന്നത്തെ ലോക വ്യവസ്ഥിതിക്ക് എപ്പോൾ മാറ്റം വരും എന്നാണ് ശിഷ്യന്മാർ ചോദിച്ചത്. യേശുക്രിസ്തു സർവ്വഭൂമിക്കും രാജാവായി ഒരു പുതിയ വ്യവസ്ഥിതി, അതായത് ഒരു പുതിയ യുഗം ആരംഭിക്കും എന്ന് ശിഷ്യന്മാർ വിശ്വസിച്ചിരുന്നു. അതുകൊണ്ടാണല്ലോ സബദി മക്കൾ യേശുക്രിസ്തുവിനാൽ ഭരിക്കപ്പെടുന്ന രാജ്യത്തിൽ യേശുവിൻ്റെ വലതും ഇടതും ഇരിക്കുവാനുള്ള അവകാശം ചോദിച്ചത്. യേശുക്രിസ്തു രാജാവായി വരുന്ന പുതിയ യുഗം ആരംഭിക്കുന്നത് കർത്താവിൻ്റെ പുനരാഗമനത്തോടു കൂടിയാണ്. നാം ഇന്ന് ജീവിക്കുന്ന ഈ യുഗം കൃപായുഗമാണ്. കൃപായുഗം അവസാനിക്കുന്നത് കർത്താവിൻ്റെ പുനരാഗമനത്തോടു കൂടിയാണ്. എന്നാൽ കർത്താവ് വരുന്നത് എപ്പോൾ എന്ന് ആർക്കും അറിയില്ല. ആ നാളും നാഴികയും സംബന്ധിച്ച് എൻ്റെ പിതാവല്ലാതെ ആരും സ്വർഗത്തിലെ ദൂതന്മാരും പുത്രനും കൂടെ അറിയുന്നില്ല. മത്തായി 24:36. നിങ്ങളുടെ കർത്താവ് ഏത് ദിവസത്തിൽ വരുന്നു എന്ന് നിങ്ങൾ അറിയായിക്കൊണ്ട് ഉണർന്നിരിക്കണം എന്നാ കർത്താവ് പറയുന്നത്. എന്തുകൊണ്ട് ഉണർന്നിരിക്കണം? നിലങ്ങൾ ഇപ്പോൾ തന്നെ കൊയ്ത്തിന് വെളുത്തിരിക്കുന്നു. യോഹന്നാൻ 4:35. അതായത് കർത്താവ് നമ്മളുടെ വാതുക്കൽ തന്നെ ആയിരിക്കുന്നു. മത്തായി 24:33. മനുഷ്യനെ അന്വേഷിച്ചു വരികയും മനുഷ്യനോടുകൂടെ വസിക്കുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ പ്രവർത്തനമാണ് വിശുദ്ധ വേദപുസ്തകത്തിൽ ആഗമനം ഉള്ളത്. ആദമിനെ അന്വേഷിച്ചു വരികയും ആദമിനോട് കൂടെ തോട്ടത്തിൽ നടക്കുകയും ചെയ്ത ദൈവം കൽദേ പട്ടണമായ ഊരിൽ നിന്ന് അബ്രഹാമിനെ വിളിക്കുകയും അബ്രഹാമിൻ്റെ യാത്രയിൽ കൂടെ ഉണ്ടായിരിക്കുകയും അബ്രഹാമിനെ വലിയ ഒരു ജാതിയാക്കുകയും ചെയ്ത ദൈവം ഈജിപ്തിൽ അടിമകളായി ഊഴിയ വേല നിമിത്തം നിലവിളിച്ച ജനത്തിൻ്റെ നിലവിളി കേട്ട് മോശയിൽ കൂടി അവരെ വിടുവിച്ച ദൈവം മരുഭൂയാത്രയിൽ പകൽ മേഘസ്തംഭത്തിലും രാത്രിയിൽ അഗ്നിസ്തംഭത്തിലും അവർക്ക് കാവലായി അവരോടുകൂടെ സഞ്ചരിച്ച ദൈവം, അവർ ദൈവത്തെ മറന്നപ്പോഴും അവരെ മറക്കാതെ അവരെ സ്നേഹിച്ച ദൈവം, പാപം ചെയ്ത് അവർ ദൈവത്തിൽ നിന്ന് അകന്നുപോയപ്പോൾ അവരെ വീണ്ടെടുക്കുന്നതിനായി മനുഷ്യനായി അവതരിച്ച് തൻ്റെ പുത്രനിൽ കൂടി വീണ്ടെടുപ്പിൻ വേല ക്രൂശിലെ പരമയാഗത്തിൽ കൂടി പൂർത്തീകരിച്ച ദൈവം. അതെ, നമ്മെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന് വെള്ളി മുതലായ അടിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, നിഷ്കളങ്കവും നിർദോഷവുമായ കുഞ്ഞാടിൻ്റെ, അതായത് എൻ്റെ പുത്രൻ്റെ വിലയേറിയ രക്തം നൽകിയ. ഈ വിധത്തിൽ വീണ്ടെടുത്ത എന്നെയും നിന്നെയും
എന്നും തന്നോടുകൂടെ ചേർപ്പാൻ നമ്മുടെ കർത്താവ് വേഗം വരുന്നു. അതെ, അവൻ അടുക്കൽ വാതുക്കൽ തന്നെ ആയിരിക്കുകയാൽ ഒരുങ്ങിയിരിക്കാം. അതായത് ദൈവത്തിൻ്റെ ഇതുവരെയുള്ള സാന്നിധ്യം ചില പ്രത്യേക സാഹചര്യങ്ങളിൽ മാത്രമായിരുന്നു. എന്നാൽ അവൻ വരുന്നത് എന്നേക്കും നമ്മെ അവനോട് കൂടെ ചേർക്കുന്നതിനു വേണ്ടിയാ. വെളിപ്പാട് 21:3 പറയുന്നത്, ഇത് മനുഷ്യരോടുകൂടി ദൈവത്തിൻ്റെ കൂടാരം, അവൻ അവരോട് കൂടെ വസിക്കും, അവർ അവൻ്റെ ജനമായിരിക്കും, ദൈവം താൻ അവരുടെ ദൈവമായി അവരോട് കൂടെയിരിക്കും, അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ എല്ലാം തുടച്ചു കളയും. ഈ സന്തോഷാനുഭവത്തിൽ കർത്താവിനോട് കൂടെ ആയിരിക്കാൻ നമുക്കും ഒരുങ്ങിയിരിക്കാം. ആ നാളും നാഴികയും അറിയായികയാൽ നമുക്ക് ഉണർന്നിരിക്കാം. കർത്താവേ, നിന്റെ വരവിൻ ദിനത്തിനായി ഒരുങ്ങി കാത്തിരിപ്പാനുള്ള കൃപ എന്നിലും പകരണമേ. ആമേൻ. ഒരുങ്ങി നിന്നു പ്രിയൻ കൂടെന്നും മണിയറയിൽ വാഴാൻ കാലമായി. ഒരുങ്ങി നിന്നു പ്രിയൻ കൂടെന്നും മണിയറയിൽ വാഴാൻ കാലമായി. മണിയറയിൽ വാഴാൻ കാലമായി. രാജാധിരാജൻ മഹിമയോടെ